ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പെന്തക്കോസ്ത തിരുനാളിലേക്ക് നമ്മൾ അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനവും പ്രതിപാദ്യവുമാണ് ഇന്നിൻ്റെ സുവിശേഷ ഭാഗം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നു. തൻ ഭരമേൽപ്പിക്കുന്ന സഭയുടെ നേതാവായി തീരേണ്ട പത്രോസിനോട് ഈശോ ചോദിക്കുന്നു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറയുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുന്ന് പറയുന്നു, എൻ്റെ ആടുകളെ മേയിക്കുക. 2-3 പ്രാവശ്യം ഈശോ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ ആഴം അളക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞാടുകളെ സ്നേഹിക്കുക. സ്നേഹം എന്ത് എന്നുള്ളത് അകമഴിഞ്ഞുള്ള അനുഭവമാണ്, ഉൾച്ചേരലാണ്, വേർതിരിക്കാനാവാത്ത ഒരനുഭവമാണ്. യേശു ഈ സ്നേഹത്തിന്, യേശുവിൻ്റെ പക്കൽ ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ സ്നേഹത്തിന് പല അർത്ഥങ്ങളും മാനങ്ങളും കണ്ടെത്തി കൊടുത്താലും ദൈവത്തിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാൻ സഞ്ചരിക്കുവാൻ നിനക്ക് സാധിച്ചിരുന്നു. എന്നാൽ നീ പ്രായമാകുമ്പോൾ നീ പ്രതീക്ഷിക്കാതിടത്തേക്ക് നിന്നെ മറ്റുള്ളവർ കൊണ്ടുപോകും. അപ്പോൾ തീർച്ചയായിട്ടും സുവിശേഷ ദൗത്യത്തിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തികൾക്കും ആത്മാവ് പ്രേരിപ്പിക്കുന്നതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ്. അത് അപകടകരങ്ങളായ അവസ്ഥകളായാൽ പോലും. എന്നാൽ ദൈവം വഞ്ചിയിലിരുന്ന് സകലതും നിയന്ത്രിക്കുന്ന, കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൈവം മനുഷ്യ ഹൃദയങ്ങളിലും അവിടുന്ന് വസിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ നേരായ മാർഗത്തിലൂടെ അവർ നയിക്കും. മരണം ഭയാനകമായ ഒരവസ്ഥയല്ല, എന്നാൽ ആത്മാവ് എത്രത്തോളം സുരക്ഷിതമായിരിക്കണം എന്ന് ഈശോ ഇതിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഈ വലിയൊരു സന്ദേശം നമുക്കിന്ന് സ്വീകരിക്കുമ്പോൾ ദൈവിക സത്തയിൽ നമ്മുടെ ആത്മാവുകളെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണം പ്രാപ്തമാകാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.